friends, स्वागतम നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല അതായത് ഒരു റിമോട്ട് കാറാണ് ആർസി കാർ ഈ കാറിന് പ്രത്യേകത രണ്ടെണ്ണം ഉണ്ട് ഓഫ് റോഡ് കാറാണ് പിന്നെ റിമോട്ട് കൺട്രോൾ കാറാണ് പിന്നെ മൂന്ന് പ്രത്യേകത ഉണ്ട് ട്ടോ രണ്ടല്ല മൂന്ന് പ്രത്യേകത ഓഫ് റോഡ് ആണ് ആർസി ആണ് റിമോട്ട് കൺട്രോൾ ആണ് പിന്നെ 180 ഡിഗ്രി റൊട്ടേഷൻ ആണ് നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തതാണ് അതായത് സാധാരണ റിമോട്ട് കാർ എന്നൊക്കെ വെച്ചാൽ ഇത്ര ഉണ്ടാവുള്ളൂ ഫ്രണ്ട് ഭാഗം ആണെങ്കിൽ പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇത്ര ഉണ്ടാവും അതായത് 180 ഡിഗ്രി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും അപ്പോൾ അതായത് ഇന്നത്തെ കാറിൻ്റെ പ്രത്യേകത പിന്നെ സാധാരണ റിമോട്ട് കാർ നമ്മൾ മണ്ണിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് കുണ്ടും കുഴിയൊക്കെ വരുമ്പോൾ അതവിടെ നിൽക്കും പിന്നെ പുല്ലൊക്കെ വരുമ്പോൾ നിൽക്കും കുഞ്ഞി കല്ലൊക്കെ വരുമ്പോൾ അവിടെ തട്ടി നിൽക്കും പക്ഷേ ഇന്നത്തെ നമ്മുടെ കാർ എന്ന് വെച്ചാൽ സ്പീഡ് അത്യാവശ്യം ഉണ്ടാവും എന്നാൽ അത്ര വലിയ സ്പീഡായിരിക്കില്ല പിന്നെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ മണ്ണും ഈ പുല്ലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതവിടെ നിൽക്കില്ല അത് പൊക്കോളും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗിയർ മോട്ടർ ആണെങ്കിലും ഉപയോഗിക്കുന്നത് അപ്പോൾ കുണ്ടും കുഴിയും ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് പോകും അതായത് നമ്മൾ ഓഫ് റോഡ് കാറാണ് ആർ സി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ആർ സി കാർ ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതലൊന്നും പറയാനുള്ള നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഗിയർ മോട്ടർ ആവശ്യമുണ്ട് 4 ഗിയർ മോട്ടറാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ഗിയർ മോട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അതിന് സ്പീഡ് കുറവായിരിക്കും നല്ല ടോർക്ക് ഉണ്ടാവും അതായത് നല്ല ശക്തി ഉണ്ടാവും പിന്നെ 4 ടയറുകൾ നമുക്ക് അതിന് ആവശ്യമുണ്ട് പിന്നെ 2 ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് നമ്മൾ ചോക്കോബാറൊക്കെ വാങ്ങില്ലേ അതുപോലത്തെ പിന്നെ 2 9 വോൾട്ട് ബാറ്ററി കണക്ടർ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ നമുക്ക് 2 ബാറ്ററി ആവശ്യം 9 വോൾട്ട് ബാറ്ററി നമുക്ക് ആവശ്യമുണ്ട് പിന്നെ നമുക്ക് വേണ്ട നട്ടാണ് പിന്നെ ഒരു സ്ക്രൂ ആവശ്യമുണ്ട് നട്ടും സ്ക്രൂവും 2 എണ്ണം നമുക്ക് വേണം പിന്നെ ആൻറ്റിനെയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇതെല്ലാം നമ്മൾ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത് ഈ ഗിയർ മോട്ടറും ആൻറ്റിനെയും എല്ലാത്തിനെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് നമ്മുടെ റിമോട്ട് കൺട്രോൾ സർക്യൂട്ട് ബോർഡാണ് ട്രാൻസ്മിറ്ററും റിസീവറും അപ്പോൾ ഇതിൻ്റെ വില ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഇതിൻ്റെ റിമോട്ടാണ് ഇനി നമുക്ക് പണി തുടങ്ങാം അപ്പോൾ നമ്മൾ ഗിയർ മോട്ടർ ആദ്യം എടുക്കുക അതിനുശേഷം ഇതേപോലെ വീഡിയോയിലാണ് തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്യുക അതിനുശേഷം നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് അതിന് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ആ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കൈമായാൽ നല്ല സുഖമായിരിക്കും നല്ല പൊള്ളലായിരിക്കും അപ്പോൾ നമ്മൾ ഈ മോട്ടർ അതിന് വെച്ച് കൊടുത്തു എന്തിനാന്ന് വെച്ചാൽ ഫ്രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനാണ് പിന്നെ നമ്മൾ ഒരു ഗിയർ മോട്ടറുമേ ഇതുപോലെ തന്നെ സ്റ്റിക്ക് വെച്ചിട്ട് അറ്റത്ത് ഒരു സ്കെയില് പകുതി വെച്ചിട്ട് സ്കെയിലിൽ നടുക്ക് ഓട്ടോ ഒളിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കാം ടേപ്പ് ഞാൻ ഒട്ടിച്ചേക്കണേ കുറച്ചുകൂടി ശക്തിക്ക് വേണ്ടിയാട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് ഇതിൻ്റെ മുകളിൽ നമ്മളൊരു മോട്ടർ വെച്ചില്ലേ എല്ലാത്തുമേ ടേപ്പ് അടിച്ച് വെക്കാം നല്ല ശക്തിയിലിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ആ സ്കെയിലിൻ്റെ ആ ഓട്ടയുടെ അവിടെയായിട്ട് ആ മോട്ടറിൻ്റെ അടിയിലത്തെ ഷാഫ്റ്റിൽ നമ്മൾ ആ സ്കെയിലിൻ്റെ ഓട്ടയിൽ ഒന്ന് അമർത്തി വെച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക അതിനുശേഷം നമ്മൾ എല്ലാത്തിലും ഒന്ന് ടയർ ഇടുക ഇതുപോലെ 4 ടയർ ഇട്ട് കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ ബാക്ക് ടയറും ഫ്രണ്ട് ടയറും അപ്പോൾ ആ 2 മോട്ടറിൽ നിന്ന് പ്ലസ് മൈനസ് 2 വയർ എടുക്കുക എന്നിട്ട് നേരെ പാരലായിട്ട് അപ്പുറത്തെ മോട്ടറിൻ്റെ പ്ലസ് മൈനസിലേക്ക് കൊടുക്കുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ 2 മോട്ടറും പാരലായിട്ട് കണക്ട് ചെയ്തേക്കണ ആ മോട്ടറിൻ്റെ അവിടുന്ന് പ്ലസും മൈനസും 2 വയർ എടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡ് റിമോട്ട് കൺട്രോള് വെള്ള കളറുള്ള മുകളിലത്തെ വയർ ആൻറ്റിന പിന്നെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ എഴുതിയുണ്ട് ആ വയറുകൾ മുകളിലത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരയണ മോട്ടറിനെ പിടിപ്പിക്കുക പിന്നെ ഫ്രണ്ട് ബാക്ക് എന്ന് പറഞ്ഞ 2 എണ്ണം എഴുതിയിട്ടുണ്ട് നമ്മൾ ആ 2 മോട്ടറും കണക്ട് ചെയ്ത് 2 വയറാക്കിയ ആ വയറില്ലേ അതും പിടിപ്പിക്കുക അതിനുശേഷം ബാറ്ററി B- B+ എന്ന് എഴുതിയിട്ടുണ്ട് രണ്ടും നമ്മൾ ബാറ്ററിയുടെ കണക്ടർ ഉപയോഗിച്ച് ബാറ്ററിയുമായി കണക്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ആ ബോർഡ് ഒന്ന് ഒട്ടിച്ച് വെക്കാം അതിനുശേഷം നമ്മൾ ലെഫ്റ്റും റൈറ്റും ആ മോട്ടറിൻ്റെ ആ 2 പോയിന്റിലായിട്ട് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിയണത് പിന്നെ ഫ്രണ്ട് ബാക്ക് എന്നുള്ള നമ്മൾ ആ 2 വയറുമ്പോൾ 2 എണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ബാക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലസും മൈനസും കറക്റ്റായിട്ട് ഇരിക്കുമ്പോൾ നേരെയും പ്ലസും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ബാക്കോട്ടും പോകും പിന്നെ നമ്മൾ B+ B- ഒരു 9 വോൾട്ട് ബാറ്ററി കണക്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളെല്ലാം ഇൻസുലേഷൻ ടേപ്പൊക്കെ അടിച്ചു സംഭവം സെറ്റായി അപ്പോൾ നമ്മൾ ആൻറ്റിനെയും കൂടിയും കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആൻറ്റിനെ ജസ്റ്റ് നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചേക്കണതാണ് അവിടെ ഒട്ടിച്ച് നേരെ ഗ്ലൂ ഗൺ വെച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കാറിൻ്റെ പരിപാടി അപ്പോൾ കാറിൻ്റെ പരിപാടി ഇനി ബാറ്ററീൻ്റെ അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാറിൻ്റെ പരിപാടി കഴിയും അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഈ റിമോട്ടിൻ്റെയാണ് അപ്പോൾ നമ്മൾ ആ വയർ ഫുൾ എവിടെയെങ്കിലും നല്ല വൃത്തിക്ക് വെക്കുക അപ്പോൾ ഇനി വല്ല ബോഡിയൊക്കെ വയ്ക്കാൻ നിങ്ങളുടെ ഉദ്ദേശം ഉണ്ടെങ്കിൽ നല്ല ഭംഗിക്ക് അതൊക്കെ ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ആൻറ്റിനൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാറ് എല്ലാ സംഭവവും ശരിയായിട്ടുണ്ട് നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ ഇട്ട് ശരിയായിട്ടുണ്ട് നമ്മുടെ കാർ ഇപ്പോൾ
കണ്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ നടുക്കത്തെ ആ മോട്ടറാണ് 180 ഡിഗ്രി തിരിയുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. അപ്പോൾ നമ്മളിനി അത് ബാറ്ററിയുമേയും കൂടെ കണക്ടർ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിത് ആ കണക്ടർ നമ്മളെ ബാറ്ററിയുമേ കണക്ട് ചെയ്യാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതേ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ നമ്മുടെ കാറിൻ്റെ പണി ഇത്രേ ഉള്ളൂ, തീർന്നു. കണ്ടോ, നമുക്ക് റിമോട്ടിൻ്റെ പണികളാണുള്ളത്. നമ്മളിത് ഇതുപോലെയാണ് 180 ഡിഗ്രി ഇത് റൊട്ടേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് 180 ഡിഗ്രിയുടെ ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ല കുഴിയിലൊക്കെ പെടുമ്പോൾ മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട്. അപ്പോൾ റിമോട്ട് ആൻറ്റിനെ വേണം. ആ സൈഡിൽ 2 ഉള്ളതാണ്, ലെഫ്റ്റ് റൈറ്റ്, പിന്നെ മുകളിലേക്കും താഴത്തേക്കുള്ള ഫ്രണ്ട് ബാക്ക്. അപ്പോൾ അതിലും B-B+ ഉണ്ടാവും. നമ്മുടെ 9 വോൾട്ട് ബാറ്ററി കണക്ടറിന്ന് സോൾഡർ ചെയ്തെടുക്കാം. നമ്മൾ ഇനി ആൻറ്റിനെ വെക്കാം. ഞാൻ സ്ക്രൂ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആൻറ്റിനയുടെ വയറും കൂടി അതിൽ വയ്ക്കാം, എന്നിട്ട് നെറ്റിടാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മൾ ചെയ്തു. അതിന് ശേഷം നെട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യാം, ഊരിയൊന്നും പോകാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾഡർ ചെയ്ത് വെച്ചാലും മതി. ഇതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. നമ്മളിതെല്ലാം എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ പഴയ ഫോണിൻ്റെ ഒരു കേസ് എടുത്തിട്ടുണ്ട്, ബാക്ക് കവറ്. അപ്പോൾ നമ്മൾ അതിലാണ് വെക്കാൻ പോകുന്നത്. നമ്മൾ ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണം എടുക്കുക, എന്നിട്ട് അതിലാണ് സെറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോർഡ് അല്ലാണ്ട് അതുമ്മ ഗ്ലൂ ഗൺ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ, വീണ്ടും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സർക്യൂട്ട് ബാക്കിലുള്ള കാര്യങ്ങൾ ഡാമേജ് ആവും. ഇതാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഊരി എടുക്കാം. നമ്മൾ ആ കണക്ടറും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിത് ബാറ്ററി കണക്ട് ചെയ്ത സംഭവം ശരിയായി. അപ്പോൾ ഇത്രയുള്ളൂ ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെയാണ് നമ്മുടെ RC കാർ പൊളിയല്ലേ. അപ്പോൾ നമ്മുടെ ബാറ്ററിക്കൊക്കെ ചാർജൊക്കെ കുറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോയിൽ 3-4-5 ടേക്കുകൾ മാത്രമേ കാണുള്ളൂ. പക്ഷെ ശരിക്കും 30-40 ടേക്കൊക്കെ എടുത്തതെന്ന് വെച്ചാൽ കുറേ ഒന്നും ശരിയാവുന്നില്ല. കുറേയൊക്കെ ഷെയ്ക്ക് വരുന്നു, കുറേയൊക്കെ ആകെ പ്രശ്നവും വോയിസും കാര്യങ്ങളൊക്കെ വന്നു. കുറേ ടേക്കുകൾ എടുത്തു. അങ്ങനെ ലാസ്റ്റ് 2-3 ടേക്കൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും 2-3 ബാറ്ററിയൊക്കെ തീർന്നു ഫ്രണ്ട്സ്. അപ്പോൾ ചില ഷോട്ടിൽ മാത്രം നമ്മൾ 3 വോൾട്ടിൻ്റെ റീചാർജബിൾ ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഒരു ചെറിയൊരു 3 വോൾട്ടിൻ്റെ റീചാർജബിൾ ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ടായി. എന്താണെന്ന് വെച്ചാൽ 9 വോൾട്ടിൻ്റെ ഫുൾ ചാർജ് തീർന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ ഇന്നത്തെ കാറിന് നല്ലോണം നല്ല അത്ര വലിയ ഭംഗിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല വർക്കിംഗ് ഉണ്ട്. അതൊരു ഓഫ് റോഡാണ്. പോരാതെ റിമോട്ട് കൺട്രോളാണ്, ഫ്രണ്ടും ബാക്കും അല്ല, റൈറ്റും ലെഫ്റ്റും തിരിയും. 180 ഡിഗ്രി റൊട്ടേഷൻ ഉണ്ട് ഈ കാറിന്. പിന്നെ അവിടെ പുല്ലും മണ്ണും കുഴി കൂടെയൊക്കെ നല്ല സ്മൂത്തായിട്ട് ഓടുന്നുണ്ട് ഫ്രണ്ട്സ്. നമ്മൾ സാധാരണ കാറിനൊക്കെ വെച്ചാൽ ടൈൽസും കാര്യങ്ങളൊക്കെ സ്പീഡിൽ ഓടും. പക്ഷേ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ മണ്ണിൽ കൂടെയൊക്കെ ഓടിച്ച് കാണിച്ചിരുന്നു. ഒരു പ്രശ്നം കിടുക്കാച്ചായിട്ട് പെവറായിട്ട് ഓടിയുണ്ട്. പിന്നെ റിമോട്ട് എന്ന് പറയുന്നത് നമ്മളെ പഴയൊരു ഫോൺ കേസിലാണ് ഉണ്ടാക്കി, നിങ്ങൾ മേക്കിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്യും. ഫ്രണ്ട് ബാക്ക് ലെഫ്റ്റ് റൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാം. ഒരു 40-45 മീറ്റർ ഓളം നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിഗ്രി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ് ഇത്ര നമ്മൾ റൊട്ടേഷൻ ഉണ്ട് ഇതിന്. നന്നായിട്ട് റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ഈ കാറിനുണ്ട്. സാധാരണ കാരെന്ന് വെച്ചാൽ ഇത്ര ഉണ്ടാവുള്ളൂ. ഇനി 180 ഡിഗ്രി ഒക്കെ ഉണ്ട് റൊട്ടേഷൻ. പിന്നെ RC ആണ്, ഓഫ് റോഡാണ്, കാര്യങ്ങളെല്ലാം ഉണ്ട്.
അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യൂ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതുള്ള പുതിയ പുതിയ വീഡിയോകൾ വരാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കുക. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ കാണാമെന്ന പ്രതീക്ഷയിൽ ദേവനാരായൺ സൈനിങ് ഔട്ട്.